അഭിലാഷ് പറഞ്ഞോളൂ. അല്ല, ഞാൻ ഇനിയും സമയം വേണോ? വേണ്ട, ഞാനിത് ആദ്യമായിട്ടാണ്. അതിന്റെ ഒരു പേടിക്കണ്ടോ, ഞാൻ ആദ്യമായിട്ടല്ല. ഓനവിടെ തല കറങ്ങി വീണിട്ടുണ്ടാവോ? വണ്ടിയിലവിടെ എത്തണ അക്ഷരം വേണ്ടിയിട്ടില്ല. ചായ എടുക്ക്. എന്താ പറഞ്ഞോണ്ടിരുന്നേ? അല്ല, അവനെ ക്ലിനിക്കിലേക്ക് ഇരുത്തണ്ടെന്ന് ഇവള് പറയായിരുന്നേ. അതിനിപ്പോ എന്താ, ആറ് കാണാൻ വന്നാലും ഓളെ സ്ഥിരമായിട്ട് അവിടെ തന്നെ ഇരുത്താറ്. അല്ല, ചെക്കന്റെ സൈക്കോളജി മനസ്സിലാക്കാനുള്ള ഓളെ ഓരോരോ. ഞാൻ ഡോക്ടറെ, സോറി മേഘയെ ബോറടിപ്പിച്ചില്ലല്ലോ. എന്തു പറ്റി? അല്ല, ഇപ്രാവശ്യം ഞാൻ അവരോടൊന്ന് പറയണ്ടേന്ന് ആലോചിച്ച് ചിരിച്ചു പോയതാ. പിന്നെ അഭിലാഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് പേടി തോന്നുമ്പോൾ ഇപ്പോഴും അമ്മയുടെ കൂടെ പോയി കിടന്നുറങ്ങുന്നതൊക്കെ, അതൊന്നും ഈ രാത്രിയോടോ ഇടിമിന്നലിനോടോ ഉള്ള പേടി കൊണ്ട് മാത്രമായിരിക്കില്ല. ചെറുപ്പം തൊട്ട് മനസ്സിലുണ്ടായിട്ടുള്ള മുറിവുകളുടെ പേടി കൂടിയാ. ചിലപ്പോൾ അത് അച്ഛൻ്റെ മരണത്തിൽ നിന്നായിരിക്കാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പേടിക്കാനൊന്നുമില്ല. റെഗുലർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ? സലിംകാ, ആരോഗ്യശാലയുടെ പാർസൽ അയച്ചനോ? അതയച്ചേക്കണ്. അതെ, വേറൊരു കാര്യം, നമ്മള് ബോംബേക്കുള്ള പാഴ്സൽ മുഴുവൻ ഡിലേ ആണ്. ഒരുപാട് ആൾക്കാർ വിളിയോട് വിളിയാ. അതാ കൊങ്കണിൽ ട്രാക്കിന്റെ വർക്ക് നടക്കുന്നുണ്ട്. അതാ ഇനിയിപ്പോ ഒരു ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. നിങ്ങൾ പണ്ട് റെയിൽവേയിലായിരുന്നു. എടാ, റെയിൽവേക്ക് ഇപ്പൊ നമ്മുടെ കയ്യിലല്ലേ. സലിംഖാൻ അപ്പുറത്ത് കാണോ? ഓക്കെ. ഇതല്ലേ? അല്ല സലിംക, മൂപ്പര് അവിടെ തീരെ കാണില്ലല്ലോ, ഫുൾ ടൈം ഫാൻസിയില്ല. അത് ഈ പുതിയ ആളെ വേണ്ട. മൂപ്പർക്ക് ഈ കാർബോർഡിന്റെയും പേപ്പറിന്റെയും മണവും തീരെ പറ്റൂല. ഈ മണത്തിന് ഇപ്പൊ എന്താ ഇപ്പോ? എന്താ ഈ ഒരെണ്ണം വേണമെങ്കിൽ ഇത് വീട്ടിൽ കൊണ്ടുപോകും. ലേഡീസിന് ബെസ്റ്റാ. അതെ, നിങ്ങളങ്ങനെ സ്കിപ്പ് ആവില്ലേ? പോയ കാര്യം എന്താന്ന് പറ. മുടക്കിയോ? മുതലാളിയും തൊഴിലാളിയും തമ്മിൽ കുറച്ച് അന്തരമുള്ള നല്ല. ഓ, ഇത്ര അന്തരം മതിയോ മുതലാളി? സത്യം പറയ്, ആ കുട്ടി സൈക്കോളജിസ്റ്റ് ആയോണ്ടല്ലേ നിങ്ങൾ കാണാൻ സമ്മതിച്ചേ? എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. എനിക്ക് അതിനോട് സംസാരിക്കാൻ സമയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇന്നത്തെ ചെറുപ്പക്കാരുടെ പോക്ക് തെങ്ങട്ടാണ്. ഫുട്ബോൾ എന്ന് പറഞ്ഞൊരു കളിയുടെ പുറകെ ഭ്രാന്ത് പിടിച്ചോടുന്ന ഒരു കൂട്ടത്തിനെയല്ലേ ഞമ്മക്കിന്ന് കാണാൻ സാധിക്കുന്നത്. മെസ്സി മെസ്സി മെസ്സി, നെയ്മർ 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 എന്ന് പറഞ്ഞ ആർത്ത് വിളിച്ചോടുന്ന ഒരു തലമുറ. നാണിക്കണ്ടേ ഞമ്മള്? മാണ്ടേ മാണം. കേട്ടിട്ട് നല്ല കുട്ടികളാടാ. പക്ഷെ സുഹറൊക്കെ എങ്ങനെ പിടികിട്ടിന്ന? എന്ത്? അല്ല, ആ പെൺകുട്ടി സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ടല്ലേ ഞാൻ പെണ്ണ് കാണാൻ പോയെന്ന് ഓള് കറക്റ്റായിട്ട് ചോദിച്ചു. അത് ചിലപ്പോൾ അങ്ങനെയാടാ. നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊന്നും ചിലപ്പോൾ നമ്മളെ മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പോലും എത്ര കാലം നമ്മളെ കൂടെ ഉണ്ടായിരുന്നാലും ശരി. എന്നാ മനസ്സിലാക്കണവർക്കോ നമ്മളെ മനസ്സിലാക്കാത്ത സമയം വേണ്ടാനും. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് കുഞ്ഞ് ജനിക്കാനുള്ള കാത്തിരിപ്പ്, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉമ്മ എന്ന് വിളി കേൾക്കാനുള്ള കാത്തിരിപ്പ്, കുട്ടികൾ വളർന്ന് വലുതായാൽ സ്കൂളിൽ ബെല്ലടിച്ച് കിട്ടാനുള്ള കാത്തിരിപ്പ്, മാതാപിതാക്കൾക്ക് അവർ ഓടി വീട്ടിലെത്താനുള്ള കാത്തിരിപ്പ്, ശമ്പളം കിട്ടാനുള്ള കാത്തിരിപ്പ്, ഡൗൺലോഡ് ആവാനുള്ള കാത്തിരിപ്പ്, അപ്ലോഡ് ആവാനുള്ള കാത്തിരിപ്പ്, എൻ്റെ ഈ സംസാരം ഒന്ന് തീർന്നു കിട്ടാനുള്ള നിങ്ങളുടെ കാത്തിരിപ്പ്. ഇങ്ങനെ പലതരത്തിലുള്ള കാത്തിരിപ്പുകളുടെ ഒരു നീണ്ട പരമ്പരയാണ് ജീവിതം. കാത്തിരിപ്പുകളെ പറ്റി ജിബ്രാൻ പറഞ്ഞത് എന്താണെന്നറിയോ? We live only to discover beauty. All else is a form of waiting.
ആ ഷെരും വന്നിട്ടുണ്ട് കേട്ടോ. ആണല്ലേ? പാച്ചു പോയി കൊടുന്നതാ. ഈ അറിഞ്ഞോ ഓളെ ഭർത്താവ് മരിച്ചു പോയിടാ. മോളെയും കൊണ്ടാ വന്നിക്കണ്. ഇപ്പൊ ആ കുട്ടീനെ അവൾ ഒറ്റയ്ക്ക് നോക്കിണ്ടാക്കണ്ടേ. എല്ലാം അറിഞ്ഞിരുന്നിട്ടും കുറച്ചു നേരത്തേക്ക് എല്ലാം മറന്നുപോയില്ല പാവക്ക. അതിനെന്താടാ, പരമശിവൻ പോലും മോനിയെ മോച്ചിട്ടുണ്ടെന്നല്ല പറയണേ. പിന്നെയാണ് ഇപ്പൊ ഈ പാവ അഭിലാഷ് കുമാർ. എടാ, ഓളോ അവനെ സ്നേഹിച്ചിട്ട് ഇയോളെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ? അന്ന് മുതലേ ഇയോളെ പെങ്ങളായിട്ടൊന്നുമല്ലല്ലോ കാണുന്നത്. പിന്നെ ഇപ്പൊ അവള് കല്യാണം കഴിച്ച സ്ത്രീയല്ല, ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീയാ. എന്നാലും എന്തെന്നാലും ഇപ്പോഴും എൻ്റെ ഉള്ളിലെ ഇഷ്ടം ഒട്ടും കുറയാതെ ബാക്കിയുണ്ടല്ലോ. അപ്പം അത് ചെറിയൊരു ഇഷ്ടമല്ലല്ലോ. അങ്ങനത്തെ ഒരു ഇഷ്ടത്തിനും വേണ്ടി ഇജ് കുറച്ച് പിന്നെ സ്വാർത്ഥനായാലും അതിലൊരു കുഴപ്പമില്ല. ഷിറിനല്ലേ? ആ അഭിലാഷേട്ടൻ പറഞ്ഞിനി. ആണോ? നിങ്ങളെപ്പോഴാ വന്നേ? ഞാൻ 2 ദിവസമായി. അഭിലാഷേട്ടാ, അപ്പൊ ഇതാണ് എൻ്റെ ലോകം. ആ, എനിക്ക് ഒരത്തറ് നോക്കണം. ഓ അതിനെന്താ? അതിനേ അഭിലാഷേട്ടനാ നല്ലത്. അഭിലാഷേട്ടാ, ചെന്ന് അത്രക്ക് ഒന്നെടുത്ത് കാണിച്ചു കൊടുക്കി. ചെല്ലി ചെന്നോളി, മൂപ്പരെടുത്ത് തരൂ. ആ ലേഡീസിനാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. എടാ എനിക്കല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ടിനാ. ആർക്കായാലും കുഴപ്പമില്ല, മൂപ്പര് സെലക്ട് ചെയ്താൽ കറക്റ്റ് ആയിരിക്കും. അല്ല അതല്ല, എനിക്കിതാ വേണ്ടേ. ഇതാ എടാ. ആ സെയിം ആണല്ലോ. ഇതന്നെ. ഇതിന്റെ ഒരു 10 കിട്ടുമോ? 10 ഒരു ദിവസം കഴിഞ്ഞിട്ട് മതിയോ? അല്ല വരുത്തിക്കണം. അതാ അത് കുഴപ്പമില്ല, പുറത്തേക്ക് അയക്കാനാ. ഓള് ദുബായിലാ. എന്നാ പിന്നെ അഡ്രസ്സ് ഞാൻ നിൽക്ക്, ഞാൻ അയച്ചോളാം. നമ്മുടെ കൊറിയർ സർവീസ് ഉണ്ടല്ലോ. ആ അത് ശരിയാണല്ലോ. അഡ്രസ് എന്നാ ഞാൻ വാട്സപ്പ് അയക്കട്ടെ, പൈസ ഈ പറഞ്ഞാൽ മതി. ശരി, ഞാൻ പോട്ടെ. പോയിട്ടാ. ശരണേ, ആ നമ്മുടെ സ്കൂളിന്റെ റീയൂണിയന് ഇവരല്ലേ? നോക്കട്ടെ.